ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ മുന്നേ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹെയർ ബോ ആക്സസറീസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ ഇടാം, അത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവർ മേക്കിങ്ങിൻ്റെ വീഡിയോ ഇടണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെയാണ്, കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരികയല്ല, എങ്ങനെയൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് വരച്ച് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. കാരണം എനിക്കത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമായി. അതുകൊണ്ടാണ് അത് നമുക്ക് ഒരാൾ നല്ല അഭിപ്രായങ്ങൾ അതേപോലെ എനിക്ക് വീഡിയോ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കുറേ ഫോം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ടിയാരകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫോം ഫ്ലവേഴ്സ് കൊണ്ടുള്ള ടിയാരയും ഉണ്ട്, അത് അല്ലാതെ എന്താ പറയുക, നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാ കണ്ടില്ലേ, ഈ ഒരു ടിയാരയുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഈ ഇതേപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതേപോലെ ഇനിയിപ്പോൾ കിട്ടിയാൽ കൂടി അതിന് കുറച്ച് റേറ്റ് എക്സ്പെൻസീവായിട്ടും വരും. പക്ഷേ ഒരു ഫോം ഷീറ്റ് കൊണ്ട് നമുക്ക് പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, പല ഷേപ്പിൽ. എന്തൊക്കെ കളേഴ്സാണ് കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ തന്നെ നോക്കൂ, റെഡ്, വയലറ്റ്, അതേപോലെ വൈറ്റ്, ഇങ്ങനെ ഗ്ലിറ്റർ ടൈപ്പിലും അതേപോലെ നോർമൽ ആയിട്ടുള്ള ഫോം ഷീറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഈ ഫോം ഷീറ്റുകളുണ്ടല്ലോ അത് പരിചയപ്പെടുത്തി തരാം. ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഫോം ഷീറ്റുകളാണ്. ഇത് തന്നെ നമുക്ക് കട്ടി കുറഞ്ഞതും അതേപോലെ കുറച്ച് കട്ടി കൂടിയതായിട്ടുള്ള പേപ്പേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പല നല്ല കളേഴ്സ് കണ്ടില്ലേ, എത്രത്തോളം കളേഴ്സ് ഉണ്ട് ഇതിൽ. ആ യെല്ലോ ഗ്രീനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓറഞ്ച്, റെഡ്, റോസ്, ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഡാർക്കായി തോന്നാം, പക്ഷേ ഒറിജിനൽ കുറച്ചുകൂടി ഒന്ന് ഡിമ്മാണ് കേട്ടോ. പക്ഷെ നമുക്കത് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളിയാണ്, നല്ല ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വരുന്നത് ഇതുപോലെ നല്ല നൈസായിട്ടുള്ള ഫോം ഷീറ്റാണ്. ഇത് വരുന്നത് A3 സൈസിലൊക്കെയാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് വരുന്നത്. ഇതിന് ഞാൻ എത്രയാണ് കൊടുത്തത്, 24 അങ്ങനെ എത്രയോ രൂപയായിട്ടാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്, മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടുന്നത്. കുറേ റോസ് ഫ്ലവേഴ്സ് കിട്ടാറില്ലേ പല കളറിൽ. ഒരു പാക്കറ്റിന് ഒരെണ്ണത്തിന് 1 രൂപ, 2, 3 രൂപയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ ഗ്ലിറ്റർ ടൈപ്പുള്ള ഫോം ഷീറ്റുകളാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. ഇതും നമുക്ക് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 50 to 30 റുപ്പീസിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളിലും പല റേറ്റ് ആവാം. പക്ഷേ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇതുപോലെ 15 രൂപ, ചിലത് നല്ല ഒരു A3 സൈസിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് റേറ്റ് കൂടുതലാണ്. അതിന് 24, 30 രൂപയൊക്കെ ആയിട്ട് അതിന് വരുന്നുണ്ട്. ഇതും മറ്റതിൽ കണ്ടതുപോലെ തന്നെ പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ തന്നെ എന്താ പറയുക, ബാക്കിൽ സ്റ്റിക്കർ ടൈപ്പ് വരുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അതിനൊന്നുകൂടി കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ബാക്ക് വശം കണ്ടില്ലേ, വെറും പ്ലെയിൻ ആണ്. പക്ഷേ മറ്റേതിൻ്റെ വന്നിട്ട് എന്താ പറയുക, ബാക്കിൽ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ പോലെ സ്റ്റിക്കറൊക്കെ ഉള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു എന്താ പറയുക ഫോം ഷീറ്റ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞ് ഇതേപോലെ തന്നെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ടൈപ്പിൽ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് വശത്ത് നിന്ന് അത് നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒരു ഗ്ലൂ ടൈപ്പാണ് നമുക്ക് വരിക. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് അയൺ ബോക്സിലൊന്നും വെച്ചിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉരുക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എന്താ പറയുക ഗ്ലൂ നമുക്ക് ഒട്ടില്ല.
കൈ ഇതാ ഇത് ഞാൻ കാണിച്ചുതരാം. നമ്മളിതിങ്ങനെ സാധാരണ പൗഡറാണ് ഇത്. നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് ഇതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടില്ല. ഇനി നോക്കി നോക്കൂ, നമ്മൾ ആ ഭാഗത്തൊന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടില്ല. അപ്പോൾ നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ അത് ഒട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിക്നെസ് നമുക്ക് കളയാനായിട്ട് പറ്റുക കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യുന്നില്ല. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്കത് അത്ര എന്താ പറയുക ഇതായി തോന്നിയില്ല. കാരണം ഇത് പിന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ അയൺ ബോക്സിൽ വെക്കുമ്പോൾ അതിലിങ്ങനെ ഉരുകി ഒട്ടിപ്പിടിച്ചിരിക്കണ പോലെയൊക്കെ വരും. അപ്പോൾ അത് കുറച്ച് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാനോ വരയ്ക്കാനോ ഒട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോം ഷീറ്റുകൾ ഉപയോഗിക്കാം കേട്ടോ. നമുക്കിപ്പോൾ ഞാൻ സ്റ്റാർ പോലെയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തില്ലേ, അതൊക്കെ വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ അടുത്തത് നമ്മൾ ഇനി ഫ്ലവേഴ്സ് ചെയ്ത് കാണിക്കാനാണ് പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് ഓരോ ഫ്ലവേഴ്സ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഒന്നാമത്തെ മെത്തേഡ്, ഇതുപോലെ നമുക്ക് കുറേ സ്റ്റെൻസിലുകൾ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടും. ഒത്തിരി കിട്ടും കേട്ടോ. ഇതിനിപ്പോൾ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം ഞാൻ തൃശ്ശൂർ പോയപ്പോൾ മേടിച്ചതാണ് ഈ ഒരു ടൈപ്പ് സ്റ്റെൻസിൽ കേട്ടോ. ഇത് സ്റ്റെൻസിൽ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഷോ ബട്ടണാണ്. അതിലൊരു ഹോള് കണ്ടില്ലേ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ നമ്മുടെ സ്പ്രൈറ്റിൻ്റെയും 7-അപ്പിൻ്റെയും കുപ്പി ഉണ്ടല്ലോ, ബോട്ടിലുള്ള നമുക്ക് കിട്ടുമല്ലോ ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റെൻസിൽ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടും ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ല എങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടോ, ഈ സാധനം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ റൗണ്ട് കണ്ടില്ലേ, ആ റൗണ്ട് വെച്ചിട്ട് നമുക്ക് പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി എന്താണ്, നമുക്ക് ഈ ഒരു സ്കെയിൽ നമുക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് വല്ല മുടിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലത്തെ നമ്മുടെ എന്താ പറയുക ടൂത്ത് പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഫോം ഷീറ്റിൽ വരച്ചെടുക്കാനായിട്ട് പോകുന്നത്. പിന്നെ സാധാരണ നോർമൽ കത്രിക, അതേപോലെ തന്നെ ഇതൊരു ഷേപ്പിൽ നമ്മുടെ ആ റൗണ്ട് ഷേപ്പ്, ഒരു കർവ് ഷേപ്പ് വരുന്നത് പോലത്തെ ഒരു കത്രികയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ചിലപ്പോൾ ചിലവർക്ക് ഉണ്ടാവാം, പക്ഷെ അവർക്ക് അതിൻ്റെ ഉപയോഗം ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ നോർമൽ കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ സിസർ ലൈറ്ററും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു വളയോ എന്തെങ്കിലും ഒരു മൂടിയോ ഒക്കെ മതി. പിന്നെ ഇതുപോലെ ഞാൻ ഒരു സോൾഡറിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വർക്ക്സൊക്കെ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇതുപോലുള്ള ഇത് വെച്ചിട്ട് സോൾഡറിങ് മെഷീൻ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ സോൾഡറിങ് മെഷീനേയും കാട്ടി നല്ലത് നമുക്ക് നോർമലി നമ്മുടെ കൈ കൊണ്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സോൾഡറിങ് മെഷീൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നോർമലായിട്ട് സാധാരണ ഞാനിപ്പോൾ കട്ടി കുറവായിട്ടുള്ള പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ നമ്മളുടെ ആ ഒരു ഡിസൈൻ വെച്ചിട്ട് ടൂത്ത് പിക്ക് കൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവണം എന്നൊന്നുമില്ല, കാരണം ഇത് ഇപ്പോഴല്ല ഇതിൻ്റെ ശരിക്കുള്ള സംഭവം വരിക. ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക ഫ്ലവേഴ്സാക്കി മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ വിരലുകൾ നമ്മളൊന്ന് മാറ്റി അതിനെ ഒന്ന് ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ നോർമൽ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതേ സാധനം തന്നെ വെച്ചിട്ട് നമുക്ക് സോൾഡറിങ് മെഷീൻ വെച്ചിട്ടും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു യെല്ലോ പേപ്പർ എടുത്തു. അതിലോട്ട് ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ സോൾഡറിങ് മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് ക്യാമറ
ക്യാമറ അവിടെ എൻ്റെ തൊട്ട് മുകളിലായതുകൊണ്ട് എനിക്കിതിങ്ങനെ വരച്ചെടുക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു അനക്കമൊക്കെ പറ്റിപ്പോയി. പക്ഷേ നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് പറ്റും, നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ എന്താ അറിയോ, ഇത് നമ്മളിത് ഉരുകിയിട്ടാണ് ഈ സംഭവം നമുക്ക് കിട്ടുക. അപ്പോൾ അതിൻ്റെ ആ സൈഡുകളിൽ ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഒരു ചെറിയൊരു തരിതരിപ്പ് ഇങ്ങനെ കാണും. അപ്പോൾ എനിക്ക് പേഴ്സണലി അതത്ര ഇഷ്ടമായില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് ആ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൈ കൊണ്ട് കട്ട് ചെയ്തിട്ടും അതേപോലെ അല്ലാതെയും ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാനിപ്പോൾ സോൾഡറിങ് മെഷീൻ കൊണ്ട് കട്ട് ചെയ്തത്. കണ്ടില്ലേ, ഇതിൻ്റെ അരികൂടെയൊക്കെ ഒരു കാണാനായിട്ട് അത്ര ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതന്നെ ഞാൻ സാധാരണ നമ്മുടെ നോർമൽ ആ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് അതേ ഷേപ്പിലൊന്ന് നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് നോർമൽ മുകളിൽ ഇപ്പോൾ കണ്ടത് നിങ്ങൾ സോൾഡറിങ് മെഷീൻ്റെ ഇപ്പുറത്തെ കയ്യിലുള്ളത് സാധാരണ നോർമൽ കത്രിക ഉപയോഗിച്ചിട്ടും ചെയ്തതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് ഏതായാലും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഭാഗം ഇതളുകളായിട്ട് നമ്മളിതിനെ വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ ചെറിയ കട്ടിങ്സ് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഇതളുകളുടെയും ഇതുപോലെ ഇങ്ങനെ ആ സെൻറ്റർ ഭാഗം കുറച്ചൊരു ഗ്യാപ്പ് വിടണം. എന്നാലാണ് നമുക്ക് ടിയാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കമ്പി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കാനായിട്ടുള്ള ഗ്യാപ്പ് വേണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിടണം. എന്നിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ഇതളുകളും ഇതുപോലെ കട്ട് ചെയ്ത് വേർതിരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ വിചാരിക്കും അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന്, പക്ഷെ അങ്ങനെയല്ല. നമ്മളിത് അയൺ ബോക്സിൽ വെച്ച് ചൂടാക്കി എടുക്കുമ്പോഴേക്കും ആ ഫ്ലവറിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിനാണ് ഇതുപോലെ കട്ടിങ്സ് കൊടുക്കണമെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഈ കട്ടിങ്സ് കൊടുത്തപ്പോഴും അല്ലാതെയുമുള്ള ഫ്ലവേഴ്സ് ഏതാ ഭംഗി. ഇതിപ്പോൾ നമ്മൾ നേരിട്ട് അയൺ ബോക്സിൽ വെക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ഷേപ്പിന് നമുക്ക് കിട്ടുക. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണമെന്ന് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഏത് കട്ടിങ്സ് ആയിക്കോട്ടെ, നമ്മൾ ഏത് ഷേപ്പാണോ കട്ട് ചെയ്തെടുത്തത് അതിലൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ കട്ടിങ്സ് കൊടുക്കണം കേട്ടോ. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗം ആ ചെരിച്ച് വരുന്ന ഭാഗം ഏതാണോ അവിടെ ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇനി ഇതേപോലെ നമുക്ക് എല്ലാം നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതൊക്കെ ഇതേപോലെ ഓരോ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ട് ഒരു ചെറിയൊരു വര കൊടുക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭംഗി തോന്നില്ല. പക്ഷേ ഇപ്പം നോക്കിക്കോളൂ കേട്ടോ, നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം, ആ ഫ്ലവേഴ്സിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ലീഫുകളുടെ എണ്ണം കുറച്ചും കൂട്ടിയും ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം മനസ്സിലായില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറച്ച് ഷേപ്പുകൾ കാണിച്ചിരുന്നതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഈ സ്റ്റെൻസിലൊന്നും നിങ്ങൾക്ക് വേണമെന്നേ ഇല്ല. ഈ ഒരു സ്റ്റെൻസിലൊന്നും ഇല്ലാതെ ഇനി നമുക്ക് സ്വയം കൈകൊണ്ട് എങ്ങനെ നമുക്ക് റൗണ്ടിൽ ചെയ്തെടുക്കാമെന്ന് കൂടി നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു റൗണ്ട് ഫ്ലവേഴ്സ് കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു നമ്മുടെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ നോർമൽ റൗണ്ടിൽ എങ്ങനെ ഫ്ലവേഴ്സ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റെൻസിലൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഒരു നോർമലി ഞാനിതാ ഇതിലെ ഏറ്റവും വലിയ വട്ടത്തിലുള്ള ആ വട്ടം ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് കുറച്ച് ഒരു 2-3 എണ്ണം ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്, പല വലിപ്പത്തിൽ. അപ്പോൾ ഞാൻ നോക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ ടൂത്ത് പിക്ക് കാണാനുണ്ടായിരുന്നില്ല, കിട്ടിയിട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇനി അതിൻ്റെ ചെറുത് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും അടുത്ത ഒരു ചെറുതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്, കണ്ടില്ലേ? എന്നിട്ട് അതിനും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി വീണ്ടും ഇതിന് താഴത്തുള്ള ആ റൗണ്ട് ഭാഗം ഒന്ന് മാറ്റിയിട്ട് അതിന് തൊട്ട് താഴെയുള്ളതാണ് ഞാൻ വീണ്ടും ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അതെന്താണെന്നറിയോ? നമ്മുടെ ആ ഷേപ്പ് നമുക്ക് ചെറുത് ഇപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുത്, അതിന് കുറച്ച് വലുത്, അതിന് കുറച്ച് വലുത്, അങ്ങനെ നമ്മൾ ഉണ്ടാക്കില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ സാധനം ഇല്ലെങ്കിൽ വല്ല വളയോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ വളയും അതേ കുറച്ച് വലിയവരുടെ വള അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ വല്ല പാത്രത്തിൻ്റെയൊക്കെ മൂടി ആയാലും മതി കേട്ടോ. കുപ്പിയുടെയൊക്കെ മൂടി ഉണ്ടാവില്ലേ, അതായാലും മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ റോസ് ഇതുപോലെ ഒരു 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഓറഞ്ചിൽ കട്ട് ചെയ്യുന്നത് ഒരേ വലുപ്പത്തിലുള്ള 3 ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരേ വലുപ്പത്തിലുള്ള 3 റൗണ്ടുകളാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്, വരച്ചെടുക്കുന്നത്. ഇനി ഇതിനെ കട്ട് ചെയ്യണം. നമ്മുടെ നോർമൽ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ റോസും ഓറഞ്ചും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് കറക്റ്റ് ആ സെൻറ്റർ ഭാഗം അറിയാതെ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. വീണ്ടും നമുക്കിതിനെ അപ്പുറത്തെ സൈഡിൽ സെൻറ്റർ ഭാഗമായിട്ട് മടക്കുക. കാണിച്ചു തരാം. അറിയാത്തവരാണ് കേട്ടോ അതിങ്ങനെ ചെയ്യേണ്ടത്. കറക്റ്റ് സെൻറ്റർ ഭാഗം കിട്ടാത്തവർ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ബാക്കി ആ ഇതളുകളുടെ സെൻറ്റർ ഭാഗത്ത് ഒരു കട്ടിങ്സ് കൊടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ കേട്ടോ. അപ്പം നമുക്ക് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ തരത്തിൽ ഫ്ലവേഴ്സിൻ്റെ ഇതളുകൾക്ക് എണ്ണം വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അപ്പം ഞാൻ ഇതിപ്പോൾ എല്ലാതും കറക്റ്റ് ആ സെൻറ്റർ ഭാഗം നോക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ കത്രിക എടുത്തിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോൾ അതിൻ്റെ ഷേപ്പ് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാനായിട്ട് പറ്റും. അതങ്ങനെ ആ ഷേപ്പിൽ വന്നോളും. അപ്പം ഞാൻ അത് വെച്ചിട്ട് ഈ ഫസ്റ്റ് ഒരു ഭാഗത്ത് സെൻറ്റർ ഭാഗത്തല്ല കുറച്ച് വിട്ടിട്ട് ആ ഒരു കോണ് ഭാഗം മാത്രം നോക്കിയിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റൗണ്ട് വന്നു കഴിഞ്ഞാൽ നേരെ അതിനെ തിരിച്ച് പിടിക്കുക. അതിനുശേഷം മറ്റേ സൈഡും അതേപോലെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നേരെ തിരിച്ചു പിടിച്ചു. ഞാൻ മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ? കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് നിന്നല്ല, ഒന്ന് കോണാക്കിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഫ്ലവർ വരുന്ന രീതിയിലാണ് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റുള്ള ആ ഒരു റൗണ്ട്സ് നമുക്ക് ഇതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന്? ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് കറക്റ്റ് എല്ലാതും ഒരേ ഷേപ്പിലായിട്ടില്ലെങ്കിലും പേടിക്കാനൊന്നുമില്ല. നമ്മളിത് അയൺ ബോക്സിൽ വെക്കുമ്പോൾ കറക്റ്റ് അത് ഉരുകിയിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ള ടെൻഷനൊന്നും വേണ്ട. ഇപ്പം നമ്മൾ സെൻറ്റർ ഭാഗം മടക്കാണ്ട് കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു ഇതിൽ ചെയ്തെടുക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആവും. അതിനുശേഷം നമുക്ക് ഇതുപോലെ നല്ല പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ മറ്റേ ആ കത്രിക ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് റൗണ്ട്സുകളും വേറെ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇപ്പോൾ റൗണ്ടിൽ ചെയ്തു, ഇനി നമുക്ക് സെൻറ്റർ ഭാഗം കൂർത്തിട്ട് ഇരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ അതിൻ്റെ കർവ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഫ്ലവേഴ്സ് വരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കർവ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ഇത്. പെട്ടെന്ന് ഇനി അറിയില്ല എന്നൊന്നും ആരും പറയരുത്. എല്ലാവർക്കും ചെയ്യാനായിട്ട് എളുപ്പമുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ ഇതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഞാൻ അടുത്തത് കാണിച്ചു തരാനായിട്ട് പോകുന്നത് മറ്റേ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തോളം ഇതേപോലെ ഓരോ കട്ടിങ്സ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി ഓരോ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട്.
ഇതുപോലെ ഓരോ കട്ടിങ്സ് കൊടുത്തു. അതിനുശേഷം സെൻറ്റർ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കണ്ടില്ലേ, സെൻറ്റർ ഭാഗത്തുനിന്ന് നേരെ ഞാനൊരു കർവ് ഷേപ്പിലാണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഭാഗം കൂർത്തുകൊണ്ടിരിക്കും കേട്ടോ, അങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക, കൂർത്ത ഒരു ഷേപ്പിൽ ചെയ്യാം. എന്നിട്ട് തിരിച്ചു പിടിക്കുക. വീണ്ടും നമുക്ക് അതേപോലെ തന്നെ കൂർത്ത ഭാഗം പോലെ ഇതുപോലെ ഒരു വി ഷേപ്പിൽ നമുക്കതിനെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. മറ്റേത് റൗണ്ട് ഷേപ്പും ഇത് കണ്ടില്ലേ ഒരു വി ഷേപ്പും ആയിട്ടാണ് വരിക. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ കട്ടിങ്സ് കൊടുക്കുക, അതേപോലെ ഷേപ്പ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏത് രീതിയാണോ ഉള്ളത് അതേപോലെ ചെയ്തെടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്നുകൂടി സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ക്ഷമയുള്ളവരാണെങ്കിൽ വീഡിയോ എന്തായാലും തീർച്ചയായും കാണും അല്ലേ. ക്ഷമ ഉണ്ടായാലാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മറ്റേ സെൻറ്റർ ഭാഗത്തു നിന്നാണ് ഇതേപോലെയുള്ള ഷേപ്പുകൾ ചെയ്തെടുക്കുന്നത്. മറ്റേത് ഞാനൊന്ന് കുറച്ച് സെൻറ്റർ ഭാഗത്തു നിന്ന് കുറച്ച് വിട്ട് മാറി ഒരു കർവ് പോലെയാണ് ഒരു റൗണ്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് തനിയെ കുറച്ച് വേസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേസ്റ്റ് പേപ്പറിൽ ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഷേപ്പുകൾ ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ സ്പീഡിൽ പിന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഒരു ഷേപ്പും ഫുള്ള് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ബാക്കി ഇതുപോലെ 2-3 കൂടി കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം, ഇത് ഫ്ലവേഴ്സ് ആക്കി എടുക്കണം. ഇതിപ്പോൾ വെറും ഫ്ലവേഴ്സിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇതിനെ നമുക്ക് നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സ് ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനെന്ത് വേണം, ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ അയൺ ബോക്സാണ്. ഇപ്പം എല്ലാ മിക്ക വീടുകളിലും അയൺ ബോക്സ് ഉണ്ടാവും. അത് മതി, സാധാരണ അയൺ ബോക്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ നമ്മുടെ അയൺ ബോക്സ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ അടുത്ത് സ്പോഞ്ച് ഉണ്ടാവില്ലേ, സ്പോഞ്ച്, അത് നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഫ്ലവർ ഉണ്ടാക്കി, അപ്പോഴേക്കും വീഡിയോ അവിടെ കട്ടായി പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഫ്ലവേഴ്സ് ഇതേപോലെ അയൺ ബോക്സിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് തനിയെ ചുരുങ്ങി ഇതേപോലെ ഒരു നല്ല അടിപൊളി ഫ്ലവേഴ്സായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഫ്ലവേഴ്സ് എടുത്തു, അയൺ ബോക്സിൽ വെച്ചു, അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് പിടിച്ചു കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തു. കണ്ടില്ലേ, ആ ഫ്ലവേഴ്സ് ചുരുങ്ങി ഇതുപോലെ ഒരു ഉണ്ടയായിട്ട് വന്നു. എന്നിട്ട് നമ്മൾ ആ സ്പോഞ്ചിലൊന്ന് നടുഭാഗത്തൊന്ന് അമർത്തി കൊടുത്താൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് എന്ത് ഷേപ്പ് ആയിക്കോട്ടെ, ഏത് ഷേപ്പും ഇതുപോലെ അയൺ ബോക്സിൽ വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇതേപോലത്തെ പല ഷേപ്പിൽ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇനി നമുക്കിതിനെ അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയൊക്കെ വെച്ചാൽ ഭംഗി കിട്ടും. ഇപ്പോൾ ഒരിതളാക്കി വെച്ചാലും ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നാക്കി വേറെ ഒരെണ്ണം അതിൻ്റെ ചെറുത്, അങ്ങനെ അതിൻ്റെയും ചെറുതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പല ഷേപ്പിൽ, ഞാൻ ഇപ്പോൾ വി ഷേപ്പിൽ കട്ട് ചെയ്തു, കണ്ടില്ലേ, വി, അതേപോലെ റൗണ്ട്, പിന്നെ വേറെ ഏത് ഷേപ്പാണ്, പിന്നെ നല്ല റൗണ്ടിൽ വരുന്ന ആ ഷേപ്പ് ഉണ്ടല്ലോ, അതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയില്ലേ. ഇതുപോലെ എന്താ പറയുക, യെല്ലോ കളറിലുള്ള ഫ്ലവേഴ്സൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുറേ. ഇത് നമ്മൾ സോൾഡറി മെഷീൻ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. പക്ഷേ ഇത് കാണാനായിട്ട് അത്ര ഭംഗി വന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സൈഡ് വശം ഒരു ബ്ലാക്ക് കളർ പിടിച്ച പോലെയായി. പക്ഷേ ഇത് കണ്ടില്ലേ, നമ്മൾ നോർമൽ കത്രിക കൊണ്ട് ചെയ്തപ്പോൾ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇപ്പോൾ 2 ഫ്ലവർ ഇതുപോലെയും വെക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലവറിനെ കൂട്ടി ഒരു സെൻറ്റർ ഭാഗത്ത് വല്ല മുത്തോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇതുപോലെയാവും.
അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വിടർത്തി വെക്കണമെങ്കിൽ ഇങ്ങനെ വിടർത്തി വെക്കാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി വെച്ച് കൊടുത്താൽ അതും കാണാനായിട്ട് ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഇതാ വേറെ കളർ ഫ്ലവർ വെച്ച് കൊടുക്കണമെങ്കിൽ വേറെ കളർ ഫ്ലവർ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഈ റോസ്, ഇതാണ് നമ്മൾ റോസൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. ഇതുപോലെ ഒരു പെറ്റലിൻ്റെ മുകളിൽ മറ്റേ പെറ്റൽ വരുന്ന പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുത്ത് അതേപോലെ ബഡ്സായി. ഇതിനെ നമ്മൾ മറ്റേ പൂവിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള റോസൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാനായിട്ടൊരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നിങ്ങളൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ചെയ്തു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക കേട്ടോ, മനസ്സിലായോ ഇല്ലയെന്ന്. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, എന്ത് വീഡിയോ ഞാൻ ഇടുന്നതായിട്ട് സംബന്ധിച്ചിട്ടുള്ള എന്ത് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഞാനിത് ഹെയർ ബോ ബിസിനസ് മാത്രമല്ല, ഞാൻ മറ്റേ ഡിസൈനിങ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ വർക്ക് കിട്ടുമ്പോൾ എനിക്ക് അതിലിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇടാനുള്ള സമയം കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് 2-3 ദിവസമായി എനിക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ വേണമെന്ന്. പക്ഷേ എനിക്കൊരു ബ്ലൗസ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു, പിന്നെ കുറേ ഹെയർ ആക്സസറീസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സമയം കിട്ടാതെ വന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ ഐഡിയയ്ക്ക് അനുസരിച്ച് എല്ലാവരും നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഹെയർ ആക്സസറി ബിസിനസ് തുടങ്ങും കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.